ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും അധികം എടുത്ത് ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് എനിക്കത് പ്രതികരിക്കേണ്ട വന്നു. കാരണം നമ്മളൊക്കെ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു രീതിയിലൊക്കെ നമ്മുടെ മുഖം കാണിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ കുടുംബത്തിനെ കുറിച്ചുള്ള വീഡിയോസ് കുറച്ചേ നമ്മളധികം ചെയ്തിട്ടുള്ളൂ. അധികം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ അതിന് റിയാക്ഷൻ ചെയ്തിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാനും ചെറിയ രീതിയിലൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ മറ്റുള്ളവർ തെറി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സത്യം അറിയാതെയോ ഒന്നും ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യില്ല കേട്ടോ. കാരണം മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു നേട്ടവും എനിക്ക് വേണ്ട. അങ്ങനെ ഒരു മൈൻഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നലെ ഉപ്പും മുളകും ലൈറ്റിൽ പിന്നെ അവരുടെ ആ ഒരു വീഡിയോ കണ്ടു. അതായത് ആ ഒരു ഫാമിലിയിൽ ആദ്യത്തെ മോളുടെ കല്യാണം ഒരു ലവ് മാരേജ് ആയിരുന്നു. അറിയുന്നൊരു പയ്യൻ തന്നെയാണ്, അവരുമായിട്ട് ലവ് മാരേജ് ആണ്. പക്ഷെ അത് പിന്നീട് വീട്ടുകാർ സമ്മതിച്ചു. അങ്ങനെ അവർ സക്സസ് ആയി പോകുന്നു. ഒരു മോളും ഉണ്ട് അവർക്ക്. അപ്പം അതൊരു നല്ല രീതിയിൽ അവർ പോകുന്നുണ്ട്. ഇപ്പം രണ്ടാമത്തെ മോളും അവരുടെ പോയി, അതായത് വിവാഹം കഴിഞ്ഞു. പക്ഷെ അത് ഉറപ്പിച്ച പയ്യൻ്റെ കൂടെ തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷേ അതിന് യഥാർത്ഥമായൊരു കാരണം എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ ഇനി സാമ്പത്തികപരമായിട്ടാണോ ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ അമ്മയും അച്ഛനും പിന്നെ ഗോൾഡ് എടുക്കാൻ അഡ്വാൻസ് ബുക്ക് ചെയ്തതും പിന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് വിൽക്കാനായിട്ട് അവർ പിന്നെ എന്താ പറയുക എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതും കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അപ്പം ചില ആളുകൾ ഈ അച്ഛനെയും അമ്മനെയും കുറ്റം പറയുന്നു. പിന്നെ ഇപ്പം ഇന്നലെയാണ് പിന്നെ ആ മകള് ആ ഒരു 19 വയസ്സ് 21 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ആ കുട്ടിക്ക്. അപ്പോൾ 19 വയസ്സെന്നല്ലേ പറയുന്നത് കേട്ടെ. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ ഒരു വീഡിയോ വന്നു, ഇങ്ങനെ വന്നു, ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. എന്ത് തന്നെ ആയാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എടുത്തു ചാട്ടം ഒന്നിനും നല്ലതല്ല. പിന്നെ നമ്മളെ ജീവന് തുല്യം സ്നേഹിച്ച് നമ്മുടെ ഒപ്പം ചങ്കിന് ചങ്കായിട്ട് നിന്ന ആ ഒരു അച്ഛനും അമ്മനെയും നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ. എന്തോ ആവട്ടെ, നിങ്ങളിപ്പം സ്നേഹിച്ചതും അല്ല, അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. അറേഞ്ച്ഡ് ചെയ്ത ഒരു വ്യക്തിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇവർ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വിവാഹം കഴിഞ്ഞത്. പക്ഷേ സോഷ്യൽ മീഡിയൻ്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ അത് അച്ഛനെയും അമ്മനെയും എന്താ പറയുക കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക. അതേപോലെ തന്നെ റിയാക്ഷൻ ചെയ്യുന്ന ചില ആളുകൾ ഈ ഒരു ഫാമിലിനെ കുറിച്ചിട്ടൊക്കെ നല്ലോണം കാര്യം അറിയാതെ എന്തൊക്കെയോ രീതിയിൽ ഇങ്ങനെ സംസാരിക്കണ കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അവരുടെ വോയിസോ കാര്യങ്ങളോ ഒന്നും ഞാൻ വെക്കുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത്. അവർക്ക് നമ്മളെ തല്ലാനും കൊല്ലാനും ഉള്ള അധികാരമുണ്ട്. കൊല്ലാൻ അധികാരമുണ്ടെന്ന് ഞാൻ പറയില്ല, എന്നാലും എന്താ പറയുക, ഒരു ശാസനയോടുകൂടെ നമ്മളെ തെറ്റ് കണ്ടാൽ അരുത് എന്ന് പറയാനൊക്കെ ഏറ്റവും കൂടുതൽ അർഹത ആർക്കാണ്? നമ്മളുടെ അച്ഛനും അമ്മയ്ക്ക് തന്നെയല്ലേ. അപ്പോൾ ആ അച്ഛനും അമ്മയും എന്തെങ്കിലും നമ്മളുടെ ഭാഗത്ത് അരുതാത്ത എന്തെങ്കിലും അച്ഛനും അമ്മയും പെട്ടെന്ന് ദേഷ്യത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മക്കളായ നമ്മളല്ലേ ക്ഷമിച്ചു പോകേണ്ടത്. ഇനി അതിനെയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് കുറേ ആൾക്കാർ വീഡിയോ ചെയ്ത് ഉണ്ടാക്കിയാലേ ആ കുടുംബത്തിൽ പ്രശ്നം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദയവ് ചെയ്തിട്ട് എന്തായാലും കല്യാണം കഴിഞ്ഞു, നിങ്ങൾ അച്ഛനും അമ്മയുടെ അടുത്ത് പോവുക, സോറി ചോദിക്കുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് ഞാനൊരാൾ പറയുന്നത് കേട്ടു, യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് പിന്നെ അതിൽ നിന്നൊരു വരുമാനം കിട്ടാനും അതൊരു വ്ളോഗാക്കി വീഡിയോ ചെയ്യാനും ഒക്കെ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. അച്ഛനും അമ്മയൊക്കെ കൂട്ടുനിന്നാണ്. ഉപ്പും മുളകും ലൈറ്റിലേ അവരെല്ലാവരും ആ ഫാമിലി പിന്നെ ഇപ്പോൾ അവരുടെ മകള് പോയില്ലേ, അവരൊക്കെ കൂടി ഒത്തുചേർന്ന് ഒത്താശയാണെന്നൊക്കെ പറയണ കേട്ടു. പക്ഷെ അതൊക്കെ വെറും ഫേക്കാണ്, അതൊന്നും ശരിയല്ല. അപ്പോൾ ആ അമ്മനെയും അച്ഛനെയും ഓർത്തിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നന്നായിരിക്കണമെന്ന് ഈ അച്ഛനും അമ്മയും പാവം വിചാരിക്കുള്ളൂ. മൂത്ത ചേച്ചി പോയില്ലേ, ആ സമയത്ത് അവർക്ക് പ്രാഗി കൊല്ലായിരുന്നു. അതൊക്കെയോ ഒരു വിഷമത്തിൽ പറഞ്ഞു. എന്താ പറയുക, എന്തോ ഒരു ഇതുണ്ടല്ലോ, എന്താണ് ചട്ടിയും കല്ലുവാണെങ്കിൽ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ആ ഒരു വിഷയമൊക്കെ അങ്ങോട്ട് മറക്കുക. പിന്നെ നിങ്ങൾ അവർക്ക് അച്ഛനമ്മയ്ക്കൊന്നും ഇഷ്ടക്കുറവൊന്നുമില്ല. എന്തായാലും കല്യാണം ഇവനുമായിട്ട് തന്നെ മതി എന്നുള്ള രീതിയിൽ തന്നെ ഉറപ്പിച്ചതല്ലേ. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പരസ്പരം വൈരാഗ്യമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോവുക. മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് അതൊരു വലിയൊരു ഇതാക്കി വിടാതിരിക്കുക എന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക.
കൊണ്ടുപോകുക. പിന്നെ അമ്മയ്ക്കും അച്ഛനും ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.